എന്താണ് ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ? ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അദ്ദേഹത്തിന് മലദ്വാരത്തിൻ്റെ വലതുവശത്തായിട്ട് അല്പം മുകളിൽ അത്യാവശ്യം വലുപ്പമുള്ള പഴുപ്പ് നിറഞ്ഞ ഒരു കുരു അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആയിരുന്നു കംപ്ലൈൻറ്റ്. അത് നമ്മൾ പെരിയ ആനൽ അബ്സസ് എന്ന് പറയും. ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അസഹനീയമായ വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ ആ കുരു ഡ്രെയിൻ ചെയ്ത സമയത്ത്, അത് കീറി അതിൽ നിന്നും പഴുപ്പ് ഒഴിവാക്കിയ സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വലിയ അളവിലുള്ള പഴുപ്പാണ് അതിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇതിനു മുന്നേ അദ്ദേഹത്തിന് 1-2 പ്രാവശ്യം ഇതുപോലെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം പഴുപ്പും വേദനയും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ MRI ഫിസ്റ്റുലോഗ്രാം വന്ന സമയത്ത് അതൊരു ഹൈ ആനൽ ഫിസ്റ്റുല ആയിരുന്നു. നമ്മുടെ ആനൽ കനാലിൽ ചെറിയ പോക്കറ്റ് പോലെ കുഴികളുണ്ട്. ആ കുഴികളെ നമ്മൾ ആനൽ ക്രിപ്സ് എന്ന് പറയും. ഈ ക്രിപ്സിനകത്ത് നമുക്ക് കുറച്ച് ഗ്രന്ഥികളുണ്ട്. അതിനെ നമ്മൾ ആനൽ ഗ്ലാൻഡ്സ് എന്നാണ് പറയുക. ഈ ആനൽ ഗ്ലാൻഡ്സ് നോർമലി എന്താ ചെയ്യുകയെന്നറിയോ? നോർമലി ഈ ആനൽ കനാല് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മ്യൂക്കസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആനൽ ഗ്ലാൻഡ്സിൻ്റെ ഫങ്ഷൻ. എന്നാൽ ഈ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ആനൽ ഗ്രന്ഥികൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അവിടെ ഒരു പഴുപ്പ് രൂപപ്പെടുകയും ചെയ്യും. ഒരു പഴുപ്പ് ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കില്ല. അതെങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഈ പഴുപ്പ് എന്ത് ചെയ്യും? ചുറ്റുമുള്ള ടിഷ്യൂസിലൂടെ വഴിയുണ്ടാക്കി എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്താൻ ശ്രമിക്കും. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരു തുരങ്കം പോലെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് അവസാനം തൊലിപ്പുറത്തേക്ക് എത്തുകയും ഒരു ഓപ്പണിങ്ങിലൂടെ ഈ പഴുപ്പ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അതായത് തൊലിപ്പുറത്ത് മലദ്വാരത്തിൻ്റെ വശങ്ങളിൽ എവിടെയെങ്കിലും, മലദ്വാരത്തിനോട് ചേർന്ന് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഈ കുരു അല്ലെങ്കിൽ പഴുപ്പ് വരുന്ന ഈ മുറിവിലൂടെ നമ്മൾ തിരികെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ആനൽ കനാലിലേക്ക് തന്നെ എത്തും. ഈ തുരങ്കത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ആനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. മലദ്വാരത്തിൻ്റെ ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പഴുപ്പുകൾ നിറഞ്ഞ കുരുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഫിസ്റ്റുലയാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പഴുപ്പ് നിറയുന്ന സമയത്ത് ടിഷ്യൂസിലുള്ള അവിടെയുള്ള സമ്മർദ്ദം കൂടുകയും പേഷ്യൻറ്റിന് വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഈ പഴുപ്പ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് കീറി ഒഴിവാക്കുകയാണെങ്കിലും പഴുപ്പ് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ സമ്മർദ്ദം കുറയുകയും പേഷ്യൻറ്റിന് ഈ സിംറ്റമാറ്റിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്, വേദന കുറയുകയും ചെയ്യും. അപ്പോൾ മാറിയെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ തുരങ്കം അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇതുപോലെ ഉണ്ടാകും. വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകും. വീണ്ടും പേഷ്യൻറ്റിന് വേദന ഉണ്ടാകും.